കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും സ്വപ്നയാവാൻ കഴിയില്ല കേരളത്തിലെ സർക്കാർ സർവീസിൽ കയറാൻ. കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരനാവാൻ കഴിയില്ല. ആളിയനെയും മാനിയനെയും വേണ്ടപ്പെട്ടവരെ പിൻവാതിലൂടെ സെലക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജയശങ്കർ, ഈ ചെറുപ്പക്കാരുടെ മുഴുവൻ അളിയനാവാം അല്ലേ? എന്തായാലും ഇത് മഹാബോറായി പോയി. അല്ല, മന്ത്രി ജോസഫിൻ്റെ അളിയനാണെന്ന് പറഞ്ഞപ്പോൾ, അല്ല സണ്ണി ജോസഫിൻ്റെ അളിയനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനായിരിക്കും എന്നാണ്. ഭാര്യ സഹോദരനാണെങ്കിൽ അതിൽ ചെറിയ ന്യായമുണ്ട്. കാരണം ഭാര്യയെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഭാര്യയുടെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ, തലയണ മന്ത്രം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം നിയമിച്ചതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. സമാധാനിച്ചു. പക്ഷെ അല്ല എന്ന് പിന്നീട് മനസ്സിലായി. സഹോദരിയുടെ ഭർത്താവാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം എന്താ വെച്ചാൽ അതൊക്കെ വലിയ ചീത്തപ്പേരാവൊന്നും അറിയാത്ത ആളൊന്നുമല്ലല്ലോ സണ്ണി ജോസഫ്. ആദ്യമായിട്ട് നിയമസഭയ്ക്ക് ജയിച്ച ആളല്ലേ. ഇപ്പം സണ്ണി ജോസഫ് 3ാം തവണ നിയമസഭയ്ക്ക് ജയിച്ച ആളാണ്. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അതിന് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. തലയ്ക്കകത്ത് ആൾതാമസം വേണം. മുമ്പ് കണ്ണൂർ DCC പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ KPCC പ്രസിഡൻ്റാണ്. ഇത്രയൊക്കെ അറിവും ലോകപരിചയമുള്ള സണ്ണി ജോസഫ് സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ, എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിൽ പോലും സ്വന്തം പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നതിൽ ഒരു മിനിമം ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ? മറ്റെല്ലാം പോട്ടെ, ഭരണഘടനാപരമായ ധാർമ്മികത, രാഷ്ട്രീയ സദാചാരം. കോൺഗ്രസ്സിൽ തന്നെ തൊഴിലില്ലാത്ത ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ അഡീഷണൽ പീസാകാൻ സർവ്വതാ യോഗ്യന്മാരായ വ്യക്തികളുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ മാറ്റി നിർത്തിയാലും മിനിമം ഒരു ഉളുപ്പില്ലേ? നോ ഉളുപ്പ് ഇൻ നൈജീരിയ. ഉളുപ്പ് ഷെയിം. സാമാന്യ ഭാഷയിൽ പറഞ്ഞ ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേണമല്ലോ. അത് അദ്ദേഹത്തിന് ഇല്ലാതായിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിന് ഇല്ലാന്നുള്ള മനസ്സിലാക്കാം. ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് ഇത് തിരുത്തിക്കൂടെ? ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? സണ്ണി വക്കീൽ ഇതൊന്നും നടക്കില്ല. നമ്മളെ സർക്കാർ എന്ന് വെച്ചാൽ CPMകാർ പല തൊട്ടിത്തരങ്ങളും കാണിച്ചിട്ടുണ്ട് ഇല്ലേ? ജയരാജൻ മന്ത്രിയുടെ ബന്ധുവിനെ അതൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിയമിച്ചപ്പോൾ അതിൽ സാങ്കേതികമായിട്ട് ഒരു ഇറഗുലാരിറ്റി ഉണ്ട്, ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചവരാണ് നമ്മൾ. KT ജലീലിൻ്റെ കാര്യത്തിൽ ഈ PK ഫിറോസ് അടക്കമുള്ള ആളുകൾ എത്രയോ പരാതി കൊടുത്ത് ലോകായുക്തയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ മാനം കരുതി അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചാൽ അദ്ദേഹത്തിന് രാജിവെപ്പിക്കല്ല, അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം ഇല്ലാതാക്കിയവരാണ്. അതൊക്കെ ബന്ധു നിയമനമാണെന്ന് നമ്മൾ കുറ്റപ്പെടുത്തിയതാണ്. ആദർശവും പുരോഗമന ചിന്താഗതിയൊക്കെ പ്രസംഗത്തിൽ മാത്രം പോരാ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ K ബാബുവിൻ്റെ ബന്ധുവിനെ, ഡയറക്റ്റ് ബ്രദറല്ല, ഉറ്റ ബന്ധുവിനെ KC ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും KC ജോസഫിൻ്റെ ബന്ധുവിനെ, കസിനെ K ബാബുവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും വെച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയപ്പോൾ അതിൽ പോലും ഒരു ഈ ഉരൽ കേൾക്കാൻ വിരൽ പറ എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടായിരുന്നു. അതുപോലും ഇല്ല. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറിക്കിട്ടി. യാതൊരു ലജ്ജയോ ഉളുപ്പോ ഇല്ലാതെ ഭരണഘടനാ സംവിധാനത്തെ പരസ്യമായി കൊഞ്ഞനം കാണിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരാണ് ഇതിനെ ഏറ്റവും കഠിനമായിട്ട് വിമർശിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ അടക്കം വിമർശനം ഏറ്റുവായിക്കൊണ്ട് ഈ ഭരണം തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങനെ ഒരു അപഹാസ്യമായ പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വെറുതെ എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നേ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് തിരുത്താൻ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും വൈകിട്ടില്ല. മുഖ്യമന്ത്രിക്ക് ഇന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ച് പറയാം. ഇപ്പോൾ ഏഷ്യാനെറ്റ് 8 മണിക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ചർച്ച കഴിഞ്ഞാൽ ഞാൻ മന്ത്രി ജോസഫ് സണ്ണിയോട് പറയുള്ളൂ എന്ന് അദ്ദേഹം വിചാരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്നാൽ ഉടനെ തന്നെ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അഡീഷണൽ PS-ന്റെ നിയമനം റദ്ദാക്കാൻ പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. സാറിന്റെ മൂക്കിന് താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോൾ നോക്കിയേക്ക്. വളരെ മോശം. അല്ല, അഡീഷണൽ PS തന്നെ ഇനി അധികം വൈകാതെ ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോകാവുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരാവൂർ അത്യാവശ്യം കൃഷിയും സൗകര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന് പഴയ പോലെ കൃഷിയോ വാണിജ്യമോ വ്യവസായമോ സത്യസന്ധമായ മറ്റെന്തെങ്കിലും തൊഴിലും ചെയ്ത് ജീവിക്കാം. മന്ത്രിയുടെ അഡീഷണൽ PS ആയിട്ട് മരിക്കുള്ളൂ എന്ന് വാശിയൊന്നുമില്ലല്ലോ. അങ്ങനെ ശബ്ദമൊന്നും ചെയ്തിട്ടുള്ള ആളായിരിക്കും ഞാൻ വിചാരിക്കുന്നില്ല. ഏറ്റവും പെട്ടെന്ന് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തെറ്റ് നിർത്തുക എന്നുള്ള ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ജനങ്ങൾ നിങ്ങൾ ഉറ്റുനോക്കുന്നു. അത് കണ്ടില്ല എന്ന് നടിച്ചാൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഇവരാണ് ഈ കാര്യങ്ങളൊക്കെ ഈ അഡീഷണൽ PS ഒക്കെ പറഞ്ഞാൽ വലിയ പവറുള്ള പത്രാസുള്ള ജോലിയാണ്. ഇവരെ കാണുമ്പോൾ സെക്രട്ടേറിയറ്റിലെ IAS അടക്കമുള്ള ആളുകളൊക്കെ ഒച്ചാടിച്ച് പ്രസ്റ്റീജുള്ള പോസ്റ്റാണ്. അവിടെ ഇങ്ങനെ ഒരാളെ കയറ്റിയെടുത്താൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ഇത്ര കോളത്തെ രാഷ്ട്രീയ പരിചയമുള്ള നിയമപരിചയമുള്ള KPCC പ്രസിഡന്റ് കൂടിയായിട്ടിരിക്കുന്ന മന്ത്രിക്ക് അറിയാൻ പാടില്ല വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചൊല്ലുണ്ട്, എന്ന് വെച്ചാൽ സ്വർണം ചുമന്നാലും കഴുത തന്നെ എന്ന്. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നുള്ളതല്ലേ. മാത്രമല്ല ഇതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട പുലിവാലുകളൊക്കെ വേണമെങ്കിൽ വരാം. ഇപ്പോൾ KC ജോസഫിനെ മന്ത്രി കസേരയിൽ എടുത്തിട്ടുള്ളത് KC വേണുഗോപാലാണ് എന്ന് വിചാരിക്കാം. ഇരിഷിലെ KC അല്ല KC ജോസഫ് അല്ല, നമ്മുടെ സണ്ണി ജോസഫിനെ.
അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞാലും പുള്ളി കേൾക്കില്ല. ഇനിയിപ്പോൾ ഹൈക്കമാൻഡിൽ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് പറയിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. എന്താണ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ മന്ത്രി ബിന്ദു കൃഷ്ണനെ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയി. അത് ശരിയായ കാര്യമാണോ? അവിടെ പോയി അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സതീശന് മനസ്സിൽ വിചാരിക്കാനേ പറ്റുള്ളൂ. അത് നമ്മുടെ ബിന്ദുവിൻ്റെ അടുത്ത് പറയാൻ അദ്ദേഹത്തിന് പല ബുദ്ധിമുട്ടുകൾ വരും. ഇത് വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുക എന്നുള്ളത്. കടിഞ്ഞാൽ നിന്റെ കയ്യിലിരിക്കണം, അതത്ര എളുപ്പമല്ല. അവരെ കയ്യിലെടുക്കണമെങ്കിൽ നയം വേണം. അപ്പോൾ കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ തന്നെ കോൺഗ്രസ് പോലെ നിരവധി ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ശാക്തി കച്ചേരികളും പിന്നെ പല സമുദായങ്ങളുടെ പ്രതികളായിട്ട് വന്നവരാണ്. അപ്പോൾ സമുദായ നേതൃത്വത്തിൻ്റെ കൂടി അംഗീകാരത്തോടെ മാത്രമേ ഇങ്ങനെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെ ഒട്ടനവധി സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നല്ല മെയ്വഴക്കം വേണം. ദേഹത്ത് മൈലെണ്ണ പുരട്ടിയിട്ട് വേണം മുഖ്യമന്ത്രിക്ക് പ്രവർത്തിക്കാനായിട്ട്. കാരണം എങ്ങോട്ട് വേണമെങ്കിലും വളക്കാനോ തിരിക്കാനോ ഓടിക്കാനോ കഴിയണം. എന്തല്ലേ അതുപോലെ ഐക്യ ജനാധിപത്യങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഐക്യമില്ല, ജനാധിപത്യമില്ല, മുന്നണി എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സംവിധാനത്തിൽ മുഖ്യമന്ത്രിയുടെ ജോലി വെച്ചാൽ വളരെ ദുഷ്കരമാണ്. അപ്പോൾ ആ ഒരു കരുണാകരൻ്റെ നിലവാരത്തിലേക്ക് സതീശന് ഉയരാതെ ഇത് കൊണ്ടുനടക്കാൻ പറ്റില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ ഒരു തുടക്കമാണ്. ഇതുപോലെ എന്തൊക്കെ പ്രതിസന്ധികൾ വരാൻ പോകുന്നു എന്നറിയാമോ? ഇപ്പൊ പിന്നെ വലിയ ഭേദമാണല്ലോ. ഒന്ന് പോ ക്യാപ്റ്റൻ അവിടെ. എല്ലാവർക്കും കൂടി ഒരുമിച്ച് തൂങ്ങിയാടാനുള്ള ബലമൊന്നും ഈ ഊഞ്ഞാലിനില്ല കേട്ടോ. 8 മണിക്ക് ഏതായാലും നമുക്ക് ചർച്ചയ്ക്ക് ഒരു വിഷയദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവില്ല. വീരുവാണെങ്കിലും ശരിയാണ്, സുരേഷ് കുമാർ ആണെങ്കിലും ശരിയാണ്. നമുക്കൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. 8 മണി എന്നുള്ള സമയം ഇതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കാണ്. ഏതായാലും ആനിയന്റെ സമയം കൊള്ളാം. എല്ലാ ദിവസവും 8 മണി തൊട്ട് 9 മണിയുള്ള സമയം ഏഷ്യാനെറ്റിന് വേണ്ടി മാറ്റി വെക്കണം ഇന്നോട്ട്. കാരണം ഇനി നമുക്ക് നിരന്തരം ചർച്ചകളായിരിക്കും. ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ ദൈനംദിന അടിസ്ഥാനത്തിൽ ഉയർന്നു വരും. അപ്പോൾ ജോമോ പുത്തമ്പുരക്കും നമ്മുടെ സുഹൃത്ത് പൊടിപ്പാറയ്ക്കും ഒക്കെ പൊട്ടിപ്പാറിയ പണികളായിരിക്കും ഇനി വരപ്പോൾ. മന്ത്രിമാരായത് സാർ, ഇവരൊക്കെ മന്ത്രിമാരായത് സ്വന്തം ബന്ധുക്കളെ നിയമിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ സഭയിലും പല അംഗങ്ങളുണ്ട്. ഞാൻ എന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാനത് പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. സാർ, ഇവിടെ സ്വന്തം ബന്ധുക്കളെ മാത്രം നിയമിക്കാൻ വേണ്ടി മന്ത്രിമാരായ ആളുകളാണ് ഇവർ എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ, സ്വന്തം ബന്ധുക്കളെ നിയമിക്കാൻ മന്ത്രിമാരായവരിൽ 10 വർഷം കാത്തിരുന്ന് വന്ന UDF മന്ത്രിസഭയിൽ സണ്ണി ജോസഫ് ഒന്നാമനായോ? മുകുന്ദകൃഷ്ണൻ ഇത് ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. സത്യം പറയാലോ, നോം ഇത്ര കണ്ട് നിരീക്ഷിച്ചില്ല എന്ന് പണ്ട് നമ്പൂതിരി പറഞ്ഞ പോലെയാണ്. സണ്ണി ജോസഫിനെ കുറിച്ച്, KPCC പ്രസിഡന്റായ ശ്രീ സണ്ണി ജോസഫിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. പൊതുവിൽ സാത്വികനായ, സൗമ്യനായ, അധികം അഴിമതിക്കറയൊന്നും പുരളാത്ത, വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ ശാന്തനായി ജീവിക്കുന്നൊരു മനുഷ്യൻ. മാത്രമല്ല ഉപജീവനത്തിന് അദ്ദേഹം അധികാരസ്ഥാനത്തെത്തുന്നത് ആദ്യമായിട്ടല്ലേ? MLA ആയിരുന്നില്ലേ ഇതുവരെ? എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ചും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബന്ധു നിയമനങ്ങളെ ചൊല്ലി എന്തുമാത്രം പുകിലുണ്ടാക്കിയവരാണ് UDFകാർ. ഇവനൊരുത്തനാണ് ഇതിനൊക്കെ കാരണം. ജോസഫ് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം വെറും ഒരു മന്ത്രിയല്ലല്ലോ, KPCC പ്രസിഡന്റ് സ്ഥാനം കൂടി വഹിക്കുന്ന ഒരു മന്ത്രിയാണ്. ആ നിലയ്ക്ക് പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന രീതിയിൽ മറ്റുള്ളവരെ കൊണ്ട് പാർട്ടിക്ക് അപമാനകരമായ രീതിയിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഇത്രയും വലിയൊരു വടി കൊടുത്ത് അടിക്കാനായിട്ട് KPCC പ്രസിഡന്റ് പദവി കൂടി വഹിക്കുന്ന ഒരു മന്ത്രി തന്നെ ഇടവരുത്തി എന്നുള്ളതൊരു തീർച്ചയായിട്ടും ഒരു മോശപ്പെട്ട കാര്യം തന്നെയാണ്. സാറൊരു ഹോസ്റ്റലിരിക്കുന്ന ആളല്ലേ, ഇങ്ങനത്തെ കളി കളിക്കണം. ഇതിലും ഭേദം ഞാനൊന്നും പറയുന്നില്ല. വരുന്ന ചില ട്രോളുകൾ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ റിട്ടയർമെൻറ്റിന് തൊട്ട് മുൻപ് ജീവനക്കാരെ സർവീസിൽ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയെടുത്തതായി കണ്ടു. സർ, അതെത്രമാത്രം ക്രൂരതയാണെന്ന് നോക്കണം. അസഹിഷ്ണുതാപരമായ നടപടിയായിട്ടല്ലേ അത് മാറുന്നത്? അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഏതോ ഗോഡൌണിലിരുന്ന് ആ മൈക്ക് ചിരിക്കുന്നുണ്ടാവും. ജയശങ്കർ, EP ജയരാജന്റെ ബന്ധു നിയമനത്തിൽ 9ാം ദിവസമാണെന്ന് തോന്നുന്നു ജയരാജൻ രാജിവെച്ചത്. അതിൽ ശ്രീ ജയശങ്കറിന്റെ സംഭാവനയും ചെറുതായിരുന്നില്ല. ഇതൊക്കെ എന്ത്?
തീർച്ചയായിട്ടും ഞാൻ അത് തന്നെ ആലോചിക്കായിരുന്നു. നമ്മൾ 8 ദിവസം തുടർച്ചയായിട്ട് ഇതുപോലെ 8 മണി തൊട്ട് 9 മണി വരെ ചർച്ച ചെയ്തത് 9-ാം ദിവസമാണ് ജയരാജൻ രാജിവെച്ചത്. രാജിവെച്ച അന്ന് ഇതാ രാജിവെച്ചു എന്ന് പറഞ്ഞ ഒരു ചർച്ചയും കൂടി നടത്തി. അങ്ങനെയാണ് അത് അവസാനിപ്പിച്ചത്. ഞാനെന്ത് എന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നു. ഒരുപാട് ആളുകളുണ്ട് കോൺഗ്രസിൽ തന്നെ കൊള്ളാവുന്ന ധാരാളം ആളുകളുണ്ട്, കഴിവും പ്രാഗൽഭ്യമുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ അഡീഷണൽ PS ആയിട്ട് നമ്മുടെ സ്വന്തം അളിയൻ തന്നെ മതി എന്ന് തീരുമാനിച്ച അളിയനുണ്ടല്ലോ, പുള്ളിക്കാണ് നമ്മൾ ഈ വീരശൃംഖല കൊടുക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥ പ്രതി അദ്ദേഹമാണ്. രാജിവെക്കണമെങ്കിൽ അദ്ദേഹമാണ് രാജിവെക്കേണ്ടത്. പക്ഷെ ഒരു സർക്കാർ ഭരണം തുടങ്ങി 2 ആഴ്ച തികയുന്നതിന് മുമ്പ് ആദ്യത്തെ വിക്കറ്റ് പോയി എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ മോശമാണ്. എൻ്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് നാളെ തന്നെ അളിയനെ പേരാവൂർക്ക് കയറ്റിവിടുന്നതായിരിക്കും നല്ലത്. അവിടെ പോയിട്ട് കപ്പയോ കിഴങ്ങോ എന്താ വെച്ചാൽ കൃഷി ചെയ്ത് ജീവിക്കട്ടെ. മരച്ചീനിക്കൊക്കെ ഇപ്പോൾ സാമാന്യം വിലയുള്ള സമയമാണ്. അതിനൊന്നും ആർക്കും ആക്ഷേപമില്ല. ഇനിയിപ്പോൾ KPCC പ്രസിഡന്റിൻ്റെ അളിയനാണെന്നുള്ളതുകൊണ്ട് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ വല്ലതും കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട്. റവന്യൂ വകുപ്പായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തെങ്കിൽ സ്ഥിതി എന്താവുമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത്ര ചെയ്ത സ്ഥിതിക്ക് പുള്ളി 5 കൊല്ലം കൊണ്ട് എന്തൊക്കെ അതിക്രമങ്ങളിലേക്ക് നാട്ടിൽ ചെയ്ത് തീർക്കുമായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഏതായാലും ഈ വരാനിരുന്നത് വെച്ച് നോക്കുമ്പോൾ കണ്ടി കോളയുടെ പുരികത്തി കൊണ്ടുവന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ നിൽക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും പരിപാടി തന്നെ. തീർച്ചയായിട്ടും ഈ നിയമിതനായ അളിയനല്ല, നിയമിച്ച അളിയനാണ് ശരിക്കും കുറ്റക്കാരൻ. മുഖ്യമന്ത്രി ഇന്ന് രാത്രിയാണ് ഇടപെട്ട് സണ്ണി വക്കീൽ ഇത് ശരിയാവില്ല, അളിയനെ നാളെ തന്നെ പേരാവൂർക്ക് കയറ്റി വിട്ടുവെന്ന് പറയുന്നതാണ് ഈ സണ്ണി ജോസഫിനും നല്ലത്, സതീശനും നല്ലത്, നമുക്ക് നല്ലത്. നമുക്ക് നാളെ വേറെ വല്ല വിഷയം ചർച്ച ചെയ്യാം. ഇനി ഈ പ്രശ്നത്തിൽ തീരുമാനം പറയാം. ഇന്നത്തോടുകൂടി ഞാൻ ഈ ഫീൽഡ് വിടാം. അടിഞ്ഞാടാൻ വിട്ടാൽ എങ്ങനെയാണ് ജനതാൽപര്യം സംരക്ഷിക്കാനാവുക? ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. ഈ രീതി തിരുത്തിയേ പറ്റൂ. രമേശ, എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ നടന്നത്. ഇതൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം നൽകുന്ന ഉപദേശം ശ്രീ VD സതീശൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കും.